ഇരിക്കാം. ഈ അനുഗ്രഹിക്കുന്ന പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് പാഠമായി വായിച്ച ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ആരാധനയിലൂടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ചിന്തകളിലൂടെ അങ്ങേ മഹത്വീകരിപ്പാനും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു മാനസാന്തരത്തിന്റെയും രൂപാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനം അവിടുത്തെ വക സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് ഈ വചനം ജീവസുദ്ധ അനുഭവങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവിടുത്തെ കൃപ നൽകണമേ. അന്ധകാര ശക്തികളുടെ മേൽ ചെയ്യപ്പെടുത്തി ഞങ്ങളെ വഴി നടത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ നന്മകളിലൂടെയും വഴി നടക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നാം വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച് നോമ്പാചരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിന്റെ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നോമ്പുകാല ചിന്തകളാണ് ഈ നാളുകളിൽ ദൈവവചന ചിന്തയിലൂടെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പാപഭാരത്തിൽ നിന്നും മോചനം എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളുകളുടെ പ്രത്യേകത, പാപം സാർവത്രികമായി എല്ലാവരിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത അനുഭവമായി ഇന്ന് അനുഭവിച്ചിരിക്കുമ്പോൾ ഈ പാപഭാരത്തിൽ നിന്നും മോചനം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ ജീവിതത്തെ വിടാതെ പിടിച്ചിരിക്കുന്ന ചില പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം പ്രാപിക്കേണ്ട ആവശ്യകതയെ കുറിച്ചുമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നോമ്പുകാല ചിന്തകൾ നാം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അനുഭവങ്ങളാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം നോമ്പുകാല ചിന്തകൾ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കൊരു വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, വിമോചനത്തിന്റെ സന്ദേശമാണ് ദൈവ വചനം നമുക്ക് നൽകുന്നത്. ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹവും താല്പര്യവും മനുഷ്യ മനസ്സുകളിൽ കുത്തിനിറച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാത്താന്റെ പ്രലോഭനങ്ങളും ഇടപെടലുകളും എക്കാലവും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അനന്തര ഫലമാണ് പാപം എന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ വീണുപോയത് എന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദിയിൽ ഏദനിൽ തുടങ്ങിയ പാപവും പാപചിന്തകളും ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അഗാധമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ജീവിത അനുഭവമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ വിടാതെ പിടിച്ചിരിക്കുന്ന ചില പാപത്തിന്റെ ബന്ധനങ്ങളുണ്ട്. ഇവയിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ്
ഒരു നോമ്പാചരണത്തിലൂടെ നാം ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ എന്ന നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പലപ്പോഴും നമ്മെ ദൈവസന്നിധി വിട്ട് അകറ്റുന്ന ലോക ചിന്തകൾ, പാപത്തിന്റെ ബന്ധനങ്ങൾ, ഇവയിൽ നിന്നും ഒരു മോചനം പ്രാപിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടും വളരെ കഠിനമായ പരിശ്രമത്തോടുകൂടെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സൃഷ്ടി നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിലെ നന്മ ആസ്വദിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ മനുഷ്യന്റെ പാപത്തിലേക്കുള്ള സ്വാധീനവും ജഡത്തിന്റെ പ്രലോഭനങ്ങളും ഇന്ന് മനുഷ്യനെ പാപിയാക്കി തീർക്കുന്നു എന്ന ചിന്ത നാം വിസ്മരിക്കരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നന്മകൾ 4 പേർ കാണുകയും തിന്മകൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സുഖമായി ജീവിക്കുന്ന ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറയാം. നന്മകൾ 4 പേരെ കാണിച്ചു, തിന്മകൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സുഖമായി ജീവിക്കുന്ന ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. ഇത് നാം സ്വന്തം ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ അവിടെ ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ തലം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇന്ന് മൺകൂടാരമായിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ ശരീരത്തിൽ അനേക സ്വഭാവങ്ങളെ നാം അടക്കി വച്ചിരിക്കുകയാണ്. എല്ലാവരും അവനവന്റെ ജീവിതത്തിലേക്ക് മാത്രമേ തിരിഞ്ഞു നോക്കാവൂ. സ്വന്തം ജീവിതവുമായി ഈ ദൈവവചന ചിന്തയെ താരതമ്യപ്പെടുത്തുക. അവിടെ നമുക്ക് നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് കഴിയും. അത് ഈ മൺകൂടാരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിൽ അനേക സ്വഭാവങ്ങളെ നാം അടക്കി വെച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചും നേട്ടങ്ങൾക്കനുസരിച്ചും അവസരോചിതമായി ഓരോന്ന് പുറത്തെടുത്ത് അതെ നമ്മുടെ സ്വന്തം സ്ഥാപിത താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ സ്വഭാവം, ഇതിൽ ഒന്ന് മാത്രമായി ഇന്ന് ദൈവഭക്തിയും അകബന്ധിച്ചിരിക്കുന്നു. നാം എല്ലാവരും ബുദ്ധിയുള്ളവരാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നേട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ നമ്മുടെ ജഡാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ജ്ഞാന ഭാവത്തെ കുറച്ചുകൂടി ഉയർത്തി കാണിക്കുവാനൊക്കെ നാം നമ്മുടെ ശരീരത്തിൽ അടക്കി വച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, അത് ആവശ്യമായതിനെ മാത്രം ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കുകയും ബാക്കിയുള്ളവയെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒന്ന് മാത്രമായി ഇന്ന് ദൈവഭക്തിയിൽ അകബന്ധിച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഭക്തിയുടെ വേഷം ധരിക്കുന്നു. ഇവിടെ മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അകത്തും പുറത്തും ഒരാളായി ജീവിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്ന് നാം ചിന്തിക്കുക. അകത്തും പുറത്തും ഒന്നതുപോലെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തിയുള്ള മനുഷ്യൻ. എല്ലാവരും കാണുമ്പോഴും ആരും കാണാതിരിക്കുമ്പോഴും ഒരേ ധാർമ്മികത പുലർത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഇതിനെയാണ് ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ സ്വഭാവമായി നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും എല്ലാവരും കാണുമ്പോൾ നാം ഭക്തിയുടെ വേഷം ധരിക്കുന്നു. ആരും കാണാതിരിക്കുമ്പോൾ അധാർമികതയുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമായി നമ്മുടെ ശരീരങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അസാധാരണമായ ഒരു ആത്മീയ യാത്രയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഈ ഒരു അസാധാരണമായ ആത്മീയ യാത്രയിൽ നിന്നും ഒരു യഥാർത്ഥ ആത്മീയതയിലേക്ക് മടങ്ങി വരുവാനാണ് ഈ നോമ്പുകാലം ലക്ഷ്യപ്പെടുന്നത്.
പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്യുന്നവരെക്കാൾ ഞാൻ ചെയ്യുന്ന തെറ്റ് ആരും കാണുന്നില്ല എന്ന മനോഭാവമാണ് ഇത് കൂടുതൽ ആപൽക്കരമായിരിക്കുന്നത്. നമ്മിൽ എല്ലാവരും ആശ്വാസം കണ്ടെത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് തെറ്റ് ചെയ്യുന്നവരെക്കാൾ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ആരും കാണുന്നില്ല എന്ന മനോഭാവം, ഇത് വിശ്വാസ ജീവിതത്തെ അപകടകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയാണ്. ഈ കാലഘട്ടം തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല, ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വെച്ച് സ്വയം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നവരെ കൊണ്ടാണ് ഇന്ന് ഈ ലോകം വികലമാക്കപ്പെടുന്നത്. ചിന്തിക്കണം, ഇത് ആത്മീയതയുടെ തലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നാം ഒന്ന് അന്വേഷിച്ചാൽ ഇതിന്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അത് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് തിരുത്തുവാനായിട്ട് കഴിയും. എന്നാൽ ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വെച്ച് അത് സ്വയം ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന മനോഭാവങ്ങൾ, ഇത് ഇന്ന് ലോകത്തെ മലീമസമാക്കുന്നു, അഥവാ ലോകത്തെ വികലമാക്കുന്ന ചിന്തകളിലൂടെ ഇന്നത്തെ ജീവിതങ്ങൾ നയിക്കുന്നു. ഇവിടെ പാപഭാരത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കണമെങ്കിൽ ചെയ്തു പോകുന്ന തെറ്റുകൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും തന്നെ ഒരു വിശുദ്ധനായി ഉയർത്തി കാണിക്കുകയും അല്ല വേണ്ടത്. പിന്നെയോ ചെയ്തു പോയ തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ആ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുഭവിക്കുകയും ഈ അനുതാപം ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ നയിച്ച് ഒരു വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്ന അനുഭവമായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഇതാണ് നോമ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇപ്പോൾ പാപഭാരത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർ ദൈവത്തോട് അത് ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇന്ന് നാം ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? പലപ്പോഴും നാം ചെയ്തു പോകുന്ന പാപങ്ങളെ ന്യായീകരിക്കുകയും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത തെറ്റുകൾ ആരും കണ്ടില്ല എന്നും ഞാനൊരു വിശുദ്ധനാണെന്നും ഒരു വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന അഭിനവ ഭക്തന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം ചെയ്തു പോയ പാപമാണെന്ന ബോധ്യവും അതിലൂടെ പാപഭാരവും ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള അനുതാപവും ആ അനുതാപം നമ്മെ നയിക്കേണ്ടത് ആ ചെയ്തു പോയ പാപം ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന തീരുമാനത്തിലേക്ക് നാം എത്തിക്കുന്നതുമായിരിക്കണം. ഇങ്ങനെ പാപത്തിന്റെ ഏറ്റുപറച്ചിൽ യാഥാർത്ഥ്യമാകേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാ ഞായറാഴ്ചകളിലും പാപം ഏറ്റുപറയുന്നുണ്ട്. ഏറ്റുപറയുന്ന പാപം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയല്ല, ഏറ്റുപറയുന്ന പാപം വീണ്ടും ചെയ്ത് അടുത്ത ആഴ്ചയും വന്ന് അത് തന്നെ നാം ഏറ്റുപറയും. എന്നാൽ നാം ചെയ്യുന്ന പാപങ്ങളെ ഉപേക്ഷിക്കുകയും അനുഭവിക്കുകയും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യണം. അപ്പോൾ പാപത്തിന്റെ ഏറ്റുപറച്ചിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് 3 കാര്യങ്ങൾ ഉള്ളടങ്ങിയിരിക്കണം. ഒന്ന്, പാപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ഇത് പലപ്പോഴും നാം ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവരുടെ തലമേൽ കെട്ടിവെച്ച് ഞാൻ വിശുദ്ധനാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് പാപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. അതാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ. ആ ഒരു മനോഭാവമാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന് അനിവാര്യമായിരിക്കുന്നത്. രണ്ടാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ചെയ്തു പോയ പാപം ഇനി ആവർത്തിക്കാതിരിക്കുവാൻ ഒരു സ്വയം വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കണം. ചെയ്തു പോയ പാപം അത് പാപമാണ് എന്ന് ചിന്തിക്കുകയും ആ പാപഭാരത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ ആ പാപം പിന്നീട് ഒരിക്കലും ചെയ്യാതിരിക്കണം. മൂന്നാമത്, ആത്മനിയന്ത്രണം കൈമുതലായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ആത്മനിയന്ത്രണം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ?
പ്രിയമുള്ളവരെ, എല്ലാവരും അവരവരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു ചിന്തിക്കുക. ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ചിന്തയും അത് തന്നെയാണ്. ആത്മനിയന്ത്രണം പാപഭാരത്തിൽ നിന്ന് മോചനം നൽകുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞ് ദൈവത്തിന്റെ ജീവശ്വാസം അവന്റെ ഉള്ളിൽ ആക്കി തീർന്നു. ഇവിടെ മനുഷ്യന് ശാരീരികമായി മണ്ണിനോടും ആന്തരികമായി ദൈവത്തോടുമാണ് അവൻ കടമപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ശാരീരികമായി മണ്ണിനോട് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തോട്, ആന്തരികമായി ദൈവം നമ്മിൽ അടക്കിയതായ ആത്മാവുമായുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ വിശുദ്ധ അഗസ്തീൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവമേ, അങ്ങേക്കാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് എനിക്ക് സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു ചോദ്യം: നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് സ്വസ്ഥത ഉണ്ടോ? അത് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാരമായിരിക്കുന്നു അത് ആത്മനിയന്ത്രണമില്ലാത്ത ജീവിത അനുഭവങ്ങൾ ഇന്ന് ലോകത്തെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട് മെനയപ്പെട്ടത് കൊണ്ട് മണ്ണിനോടും, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തോടും കടമയുള്ളവരായി ജീവിക്കേണ്ടവരാണ് ഞാൻ നിങ്ങൾ. എന്നാൽ ദൈവത്തിൽ നിന്നും അനുവലിക്കപ്പെട്ട് പാപിയായി തീർന്ന മനുഷ്യൻ ദൈവഹിതത്തിന് വിപരീതമായ ജീവിതം ആരംഭിച്ചു. അവിടെ ആത്മാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആത്മാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ജഡത്തിന്റെ പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള പ്രയാണം ആരംഭിക്കുന്നത്. അപ്പോൾ ആത്മനിയന്ത്രണം ഇല്ലാത്ത ജീവിത അനുഭവം പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളുകളിൽ പാപഭാരത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ ആത്മനിയന്ത്രണമുള്ള ഒരു ജീവിത ശൈലി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നാം ഇന്ന് പാഠമായി വായിച്ച ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മനിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ച ദാവീദ് രാജാവിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു നിമിഷത്തെ പ്രലോഭനം തന്റെ ആത്മാവിന്റെ നിയന്ത്രണം കൈവിട്ടുപോയ സാഹചര്യത്തിൽ ദാവീദ് ചെന്ന് എത്തിയ ഇടം, അവിടെ നിന്ന് താൻ ചെയ്തു പോയ പാപം ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും പാപബോധമോ പാപഭാരമോ ഇല്ലാതെ ഇസ്രായേലിന്റെ ന്യായാസനത്തിൽ നിന്ന് ന്യായം വിധിക്കുന്നതായിരുന്നു. നാഥാൻ പ്രവാചകൻ ഒരു ഉപമയുമായി നമ്മുടെ ദാവീദിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അതെ, ആ ഉപമ കേട്ട ദാവീദ് ഉടനെ പ്രതികരിക്കുകയാണ്. അതെ, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ ഏകവിധമായ യോഗ്യതയില്ലാത്തവന്. ഉടനെ നാഥാന്റെ കൈ ദാവീദിന് നേരെ ചൂണ്ടി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ആരാധനയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന നമ്മിൽ പലരും വിശുദ്ധിയുടെ പരിവേഷവും കൊണ്ട് അതേ ഹൃദയത്തിൽ ദാവീദിനെ പോലെ ചെയ്തു പോയ പാപങ്ങളെ ആരും കണ്ടില്ല എന്ന് ഒളിച്ചു വച്ച് നല്ല ഭക്തയുടെ മുഖവുമായി നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. അതെ, ദൈവത്തിന്റെ കൈ ഇന്ന് നമ്മുടെ മേൽ ചൂണ്ടുകയാണ്. ഈ നോമ്പാരാധനയിലൂടെ അതെ, ആ മനുഷ്യൻ നീ തന്നെ, ആത്മനിയന്ത്രണമില്ലാതെ ജീവിച്ച മനുഷ്യൻ നീ തന്നെ എന്ന് ഇവിടെ ഒരു പാപബോധം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നൽകുകയാണ്. അപ്പോൾ ഈ പാപബോധം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ ആത്മനിയന്ത്രണത്തോടെ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും ആത്മനിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് തോന്നിയതുപോലെ മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ആത്മനിയന്ത്രണം പാപബോധത്തിലേക്കും, ഈ പാപബോധം പാപഭാരത്തിലേക്കും, ഈ പാപഭാരം അനുതാപത്തിലേക്കും, അനുതാപം പാപവിമോചനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇവിടെ
ആത്മനിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി നാം എല്ലാവരും ചിന്തിക്കണം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവഭയമില്ലാത്ത ഒരു തലമുറയെ നാം വളർത്തിവിടുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാം മാറ്റിവെച്ച് ദൈവാലയത്തിലേക്ക് കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ മക്കളെ നാം പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ദൈവാലയത്തെ മാറ്റി നിർത്തി ലോകത്തിന്റെ നന്മകൾ മതി എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്നു. അതിന്റെ പരിണിത ഫലമാണ് ആത്മനിയന്ത്രണമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത്. ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോൾ ആത്മനിയന്ത്രണമില്ലാതെ ഒരു തലമുറ വളർന്നു വരികയാണ്. അപ്പോൾ ആത്മനിയന്ത്രണം ഇല്ലാതെ വരുന്നവരാണ് തോന്നിയതുപോലെ ജീവിക്കുന്നത്. ഈ തോന്നിയതുപോലെ ജീവിക്കുന്നത് ആരൊക്കെയാണ്? ദൈവഭയമുള്ള മനുഷ്യൻ ആത്മനിയന്ത്രണത്തോടെ ജീവിക്കും. എന്നാൽ തോന്നിയതുപോലെ ജീവിക്കുന്നത് മൃഗങ്ങളാണ്. നാം ചിന്തിക്കണം, നിരീക്ഷിക്കണം. മൃഗസ്വഭാവമാണ് തോന്നിയതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നാം വളർത്തിവിടുന്ന നമ്മുടെ തലമുറകളെ ആത്മനിയന്ത്രണമുള്ളവരായി വളരണമെന്ന് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും ദുർനടപ്പുകൾക്കും അടിമപ്പെട്ടു പോകാതെ ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ദൈവഭയത്തോടെ ജീവിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഒരു ഉൾവിളി നൽകണമെങ്കിൽ അവർ ദൈവഭയത്തോടെ ജീവിക്കേണ്ട ആവശ്യകതയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മൂല്യച്യുതി ആത്മനിയന്ത്രണം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് തോന്നിയതുപോലെ ജീവിക്കുന്ന തലമുറ. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മൂല്യച്യുതികൾ എന്താണ്? ഇന്ന് ആത്മനിയന്ത്രണമില്ലാത്ത ജീവിതം മനുഷ്യനെ വിവേകഹീനനാക്കുന്ന വിവേകമില്ല. സ്വന്തം മാതാവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നുള്ള തിരിച്ചറിവില്ലാത്തതായിട്ട് ഇവിടെ ജീവിത പരാജയങ്ങൾക്ക് കാരണം ആത്മനിയന്ത്രണമില്ല എന്നുള്ളതാണ്. അനാവശ്യ ആഗ്രഹങ്ങളും അമിത ആസക്തികളും പലവിധ മോഹങ്ങളും ഇന്നത്തെ ജീവിത തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഒന്നുകൂടെ ഞാനത് പറയാം. അത് അനാവശ്യ ആഗ്രഹങ്ങൾ, അത് ഇന്ന് ആഗ്രഹങ്ങളാണ് മനുഷ്യ ജീവിതത്തെ പ്രകോപിപ്പിക്കുന്നത്. അമിതമായ പലവിധമായ ആസക്തികൾ. ഈ ആസക്തികൾ എന്ന് പറയുന്നത് ഒന്നല്ല, അത് ജഡാഭിലാഷം, അതൊരു ആസക്തിയാണ്. മദ്യപാനവും ലഹരിയുടെ ഉപയോഗങ്ങളും ആസക്തികളാണ്. ദുർനടപ്പുകൾ ആസക്തികളാണ്. മൊബൈലിന്റെ ദുരുപയോഗം, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും ആസക്തി തന്നെയാണ്. ഇങ്ങനെയുള്ള പലവിധ മോഹങ്ങൾ ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇവിടെ ജീവിത തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി ജീവിത തകർച്ചയുടെ എല്ലിൽ പലകയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ വളർന്നു വരുന്ന തലമുറകളുടെ ചിത്രം നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളും അഴിമതികളും ആക്രമണങ്ങളും, അത് ആരെയും കൊല്ലുവാൻ ഒരു മടിയുമില്ലാതെ തോന്നിയതുപോലെ ചെയ്യുന്ന തലമുറകൾ. ഇങ്ങനെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നും ഒരു ആത്മനിയന്ത്രണമുള്ള വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല ആലോചനകളാണ് ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അത് ആത്മനിയന്ത്രണമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കണം. മാതാപിതാക്കളായിരിക്കുന്ന നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. ആഗ്രഹങ്ങളുടെ പിന്നാലെ കടിഞ്ഞാണില്ലാതെ കടന്നു പോകാതെ നിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചു നിർത്തുക. ദൈവത്തിന് ഇടപെടുത്തുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാതെ ആത്മനിയന്ത്രണമുള്ള മനുഷ്യനായി ജീവിക്കുക. അവിടെയാണ് നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീരുന്നത്. രണ്ടാമത്തെ ചിന്ത പാപക്ഷമ വിമോചനത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു പക്ഷപാതക്കാരനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു വ്യക്തിത്വം. അത് തകർന്നു കിടക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു പ്രതീകമാണ്. ഇന്ന് അനേകം പ്രകാരമാണ് അത് ഒന്ന് നിവർന്നു നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. പരസഹായമില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആത്മനിയന്ത്രണമില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഒരു പരിശ്രമവുമില്ല. വീട് കിടക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്രകാരം വീട് കിടക്കുന്നവരുടെ ചിത്രം ഇന്ന് വളരെ വലുതാണ്. ഇങ്ങനെ വീട് കിടക്കുന്നവർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പാപമോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരാശ്രയമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവർക്ക് പാപമോചനമാണ് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തി നൽകുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ യേശുവിന്റെ അടുക്കലേക്ക് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവരികയാണ്. 4 ആൾ ചുമന്ന് അവൻ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആ ഭാഗമെല്ലാം ഞാൻ വിവരിക്കുന്നില്ല, സമയം കടന്നു പോകും. ഇവിടെ യേശുവിന്റെ മുമ്പിൽ എത്തിച്ച പക്ഷപാതക്കാരനെ യേശു നോക്കി. യേശു അവനോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവിടെ കൂടിയിരുന്ന പരീക്ഷന്മാരൊക്കെ ചിന്തിക്കുകയാണ്, ഇവൻ എന്താ ചെയ്യുന്നത്? ഒരു രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവന് സ്വയമായി നിൽക്കുവാൻ കഴിയുന്നവനല്ല, ഒന്നും ചെയ്യുവാൻ കഴിയുന്നവനല്ല. ഇനി ഏതൊരു പ്രതീക്ഷയുമില്ല. ഏതൊരു പ്രതീക്ഷയുമില്ലാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ യേശു അവനോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകർ വീട് കിടക്കുന്നതിന് കാരണം പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പാപം നമ്മെ വല്ലാതെ സ്വാധീനിച്ച്, പാപം നമ്മെ വല്ലാതെ വരുതി മുറുകി, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു, എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതെ ദൈവം ഭയമില്ലാത്ത മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകങ്ങളായി നാം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ പാപത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട്. യേശു ഇവിടെ ചെയ്യുന്നത് അവന്റെ രോഗത്തിന് സൗഖ്യം നൽകുകയല്ല, അവന്റെ രോഗത്തിന് കാരണമായിരിക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും അവൻ മോചനം നൽകുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് മോചനം യേശുവിന്റെ ക്രൂശിലാണ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ക്രൂശീകരണത്തിന് മുന്നോടിയുള്ള നാളുകൾ നോമ്പായി നാം ആചരിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം നോക്കേണ്ടത് നമ്മുടെ ജഡാഭിലാഷങ്ങളിലേക്കല്ല, ഞാനെന്ന ഭാവത്തിലേക്കല്ല, ആ ക്രൂശിത രൂപത്തിലേക്കാണ്. ആ ക്രൂശിനെ നോക്കുമ്പോഴാണ് പാപഭാരത്തിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ദാവീദിനെ പോലെ ചെയ്തു പോയ പാപങ്ങൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്ന അനുഭവങ്ങളിലാണ് പലരും ജീവിക്കുന്നത്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രൂശ്, ആ ക്രൂശിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുന്നുവെങ്കിൽ നാം ചെയ്തു പോയ പാപങ്ങൾ, ആ പാപങ്ങൾ നമ്മെ വരുന്നു മുറുകി എഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ കിടരോഗികളാക്കി തീർത്തിരിക്കുന്നില്ലേ? ആ രോഗത്തിൽ നിന്ന് ഒരു മോചനം ഈ നോമ്പാചരണത്തിലൂടെ നമുക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആത്മനിയന്ത്രണമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക, ആത്മനിയന്ത്രണമുള്ള മാതാപിതാക്കളായി ജീവിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ആലോചന നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപഭാരത്തിൽ നിന്നും മോചനം, ആത്മനിയന്ത്രണമുള്ള ഒരു ജീവിതം, തോന്നിയതുപോലെ ജീവിക്കുന്ന മൃഗസ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുകയല്ല, ചെയ്യുന്നത് മാത്രം ചെയ്യുവാൻ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനുമുള്ള ആത്മനിയന്ത്രണമുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.